മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുമാണ് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുക. ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിൽ നെടുമ്പാല ഹാരിസൺ മലയാളം എസ്റ്റേറ്റാണ് ഒന്നാമത്തെ ടൗൺഷിപ്പിനുള്ള സ്ഥലം. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് രണ്ടാമത്തെ ടൗൺഷിപ്പ്. വീട് നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം എവിടെ വേണമെന്ന് തെരഞ്ഞെടുക്കാനാകും. അതിവേഗം ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള നീക്കത്തിലാണ് സർക്കാർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചാണ് പുനരധിവാസ പദ്ധതി തയ്യാറാക്കുന്നത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സ്ഥലം പരിശോധനയ്ക്കുൾപ്പെടെ തുടർ നടപടിക്കുള്ള നിർദ്ദേശം നൽകി. ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കും മുമ്പേ അറിയിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ ടൗൺഷിപ്പിനെതിരെയായതിനാലാണ് ഇത്. ദുരന്തബാധിതരിൽ നിന്ന് ബാങ്കുകൾ EMI ഈടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നിർദ്ദേശം നൽകി. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം 24 കോഴിക്കോട്.